നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ മനുഷ്യങ്ങളുമായിട്ട് സംസാരിക്കണ സമയത്ത് അലീന ചോദിച്ചു, അല്ല മനുവേണ്ണൻ അറിയാൻ പാടില്ലായിരുന്നോ എന്നെ കുളത്തൂപ്പുഴ വീട്ടിലേക്കാ കൊണ്ടിരുന്നേ, സ്റ്റാൻലി ജോസഫിന്റെ എന്ന ആളുടെ അടുത്തേക്കാ കൊണ്ടിരുന്നേന്നുള്ള കാര്യം. അപ്പോഴേക്കും മനു പറഞ്ഞ, അത് പിന്നെ ഞാൻ അങ്കിളിനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മനുവേട്ടൻ എന്താ എന്നോട് പറയാതിരുന്നേ? അത് പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അല്ല, ഈ സ്റ്റാൻലി ജോസഫ് ആരാന്നുള്ള കാര്യം മനുവേട്ടൻ അറിയാവോ? ഒരു നിമിഷം അങ്ങേ തലയ്ക്ക് നിശബ്ദത. അപ്പോഴേക്കും മനു പറഞ്ഞു, അത് പിന്നെ ഓഹോ, അപ്പം മനുവേട്ടനല്ല അറിയായിരുന്നല്ലേന്ന് ചോദിച്ചു. അത് ഞാൻ വേണ്ട മനുവേട്ട, ഞാൻ കരുതി മനുവേട്ടൻ എന്നോടൊന്നും മറച്ചു വെക്കില്ലാന്ന്. ഇപ്പം എനിക്കും മനസ്സിലായി. അപ്പോഴേക്കും മനു പറഞ്ഞു, അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അങ്കിൾ എന്നോട് ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. അല്ല, നിനക്ക് അവിടെ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടോ? നീ ആദ്യമായിട്ട് കാണുന്നല്ലേ നിന്റെ അച്ഛനെ? അപ്പോഴേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീന പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിനെന്ത് ഉത്തരവ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മനുവേട്ട. വലിയൊരു കൊട്ടാരം പോലൊരുത്ത് വീട്, ഇവിടെ ആകെപ്പാടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക. അല്ല, എങ്ങനെയുണ്ട് നിന്റെ അച്ഛൻ? പപ്പ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ആ പപ്പ എന്നാണ് നീ വിളിക്കണേ? അതെ, അങ്ങനെ വിളിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നേ. ഞാൻ അങ്ങനെ വിളിക്കണേ. അല്ല, അച്ഛാന്ന് ഞാൻ വിളിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് കടപ്പാട്ടൊരു എൻ്റെ അച്ഛനെയാന്ന് പറഞ്ഞു. ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച അദ്ദേഹത്തെയല്ലേ, അതുകൊണ്ട് ഇനി ആ വിളി അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അത് കേട്ടപ്പം മനുഷ്യങ്കർ ചോദിച്ചു, അല്ല നിനക്ക് ഇഷ്ടപ്പെട്ടോ അവിടെയൊക്കെ? അവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ കുറച്ച് സെർവൻസും കുറേ നായ്ക്കളും പിന്നെ പപ്പായും ഞാനും മാത്രം. വേറെ പെണ്ണുങ്ങളാരുമില്ലേ? ആരുമില്ല. അപ്പം നീ എങ്ങനെ അവിടെ നിൽക്കും? അതൊന്നും എനിക്കറിയില്ല മനുവേട്ട. ഇവിടെ മുഴുവൻ ഒരു പട്ടാള ചിട്ടയാണ്. എപ്പോൾ കഴിക്കണം, എപ്പോൾ കുടിക്കണം എന്നൊക്കെ ഒരു ചിട്ടയും കാര്യങ്ങളും ഒക്കെയാണ്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അല്ല, നിനക്കവിടെയോ? എനിക്കിവിടെ എന്താ ജോലി? തിന്നുക, കുടിക്കുക, വലിയ വിശാലമായൊരു മുറി, ടി വി കാണണേ ടി വി കാണാം, ഫോൺ കാണണമെങ്കിൽ ഫോൺ കാണാം, അങ്ങനെയൊക്കെ. അതിനേക്ക് അപ്പുറം ഒരു ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓഹോ, അപ്പൊ സത്യം പറഞ്ഞാൽ നീ ഒരു രാജകുമാരി അല്ലേ? വേണ്ടായിരുന്നു മനുവേട്ട, എനിക്ക് ഈ രാജകുമാരി പദവി വേണ്ടായിരുന്നു. എനിക്ക് കടപ്പാട്ടിലെ വേലക്കാരിയായിട്ടിരിക്കാനാണ് ഇഷ്ടം. അതിന് എനിക്ക് താല്പര്യം. ഇവിടെ വന്നിട്ട് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, ഞാനില്ല കൂടെ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയാൻ വേണ്ടി മറക്കരുത്. അത് പറയുമ്പോൾ മനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്താണെന്ന് എനിക്കറിയില്ല മനുവേട്ട, എനിക്കെല്ലാവരും കാണാൻ തോന്നുക. ഇവിടെ വന്നിട്ട് മിണ്ടാനും പറയാനൊന്നും ആരും ഇല്ലാത്ത പോലെ. അല്ല, നിനക്ക് നിന്റെ പപ്പാട് പോയി മിണ്ടിക്കൂടെ? നല്ല കഥയെ. എപ്പോൾ നോക്കിയാലും മദ്യപാനം ഒക്കെയാന്ന് തോന്നുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മദ്യപിക്കുന്നത് കണ്ടു. അത് ശീലമാണെന്ന് പറയണു. എനിക്കറിയില്ല എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഇവിടെ എത്ര കാലം എനിക്ക് നിൽക്കാൻ പറ്റുമെന്നും അറിയില്ല. അതെ, എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പറയണം. അല്ല, ഒന്ന് കാണാതെ എന്താണെങ്കിലും അങ്കിള് നിന്നെ കൊണ്ടേ ആക്കത്തില്ലോ. എനിക്കറിയാം മനുവേട്ട. അച്ഛൻ എൻ്റെ നന്മയെ കരുതിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. അല്ല, മനുവേട്ടൻ വീട്ടിൽ ചെന്നിട്ട് കുട്ടികളൊക്കെ എന്തു പറഞ്ഞു? അവർക്കൊക്കെ നല്ല സങ്കടമുണ്ട്. പിന്നെ അറിയാലോ, നിനക്ക് സ്വർണവും ഡ്രസ്സും ഒക്കെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി അവിടെ ഭൂലോകം പുല്ലുകഞ്ഞി ആയിക്കൊണ്ടിരിക്കോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രശ്നമാണോ? അതെയോന്നോ? ഇനി അങ്കിള് വരുമ്പോൾ ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അത് പ്രശ്നമാവുമല്ലോ മനുവേട്ട. അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ ഇരിക്കുവോ? അതെ, മിക്കവാറും ആൻറ്റി പാടി കൊടുത്ത് അടി മേടിക്കും. എങ്ങാനും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്കിളുടെ വായിന്ന് നല്ലത് കേൾക്കും. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് അലീന പറഞ്ഞു, എനിക്കിപ്പം നല്ല ടെൻഷൻ ആവുന്നുണ്ട്. എന്താണെങ്കിലും അച്ഛനെ ഞാനൊന്ന് വിളിക്കണം. അച്ഛൻ രാവിലെ വിളിച്ചു പറയണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എനിക്ക് നല്ല പേടിയുണ്ട് മനുവേട്ട. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ കുറേ സമയം സംസാരിച്ച് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് അലീനോട് പറഞ്ഞു, അതെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് വരണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വരും. ഇവിടേക്കോ? നല്ല കഥയായി. എന്താ, ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ? 3-3.5 മണിക്കൂറോളെന്നാ പറഞ്ഞു ഇവിടുന്ന് അവിടെ വരെ. കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അങ്ങനെ കോള് കട്ട് ചെയ്തു. പിന്നീട് അലീന ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ആകെപ്പാടെ ഒരു വിഷമം. അപ്പോഴാണ് ആൻ്റെപ്പം വന്ന് പറയണേ, അതെ കുഞ്ഞിനെ കേണൽ സാബ് വിളിക്കുന്നുണ്ടെന്ന്. അലീന അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനോട് സ്റ്റാൻലി ചോദിച്ചു, അല്ല നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? എന്തേലും പറയാൻ എന്തേലും ഉണ്ടോ? ഇല്ല. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇപ്പം സംസാരിക്കാനുള്ള സമയമാണോ? അല്ല, ഞാൻ ചോദിച്ചാ എന്തേലും പറയാനുണ്ടെങ്കിൽ ആവാന്ന് പറഞ്ഞു.
അലീന പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആ കടപ്പാട്ടി വീട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ തൻ്റെ പപ്പ തന്നെ ചേർത്ത് പിടിക്കുവാണെങ്കിൽ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. എപ്പോഴും പട്ടാളച്ചിട്ട അത് ചെയ്യല് ഇത് ചെയ്യരുത്, അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം. അലീനയ്ക്ക് ആ പാടെ ഭ്രാന്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ രോഹിത്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അലീന പെട്ടെന്ന് മുറിയിലേക്ക് വന്നു. അങ്ങനെ കോൾ എടുത്തിട്ട് മോനേന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ആ വീഡിയോ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്തിന് ഭയങ്കര സന്തോഷമായി. നീ എന്തെടുക്കുമായിരുന്നു? ഒന്നും എടുക്കല്ല, ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. അലീന ചേച്ചിക്ക് സുഖമാണോ അവിടെ? കുഴപ്പമൊന്നുമില്ലോ അല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. അലീന ചേച്ചി പോയതുകൊണ്ട് ഒരു സന്തോഷമില്ല. കൃഷ്ണയ്ക്കാണെങ്കിലും ഭവിതയ്ക്കാണെങ്കിലും എല്ലാവർക്കും അതേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്താണ് കൃഷ്ണയും ഭവിതയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആരാ രോഹിത്തേട്ട? അലീന ചേച്ചിയാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഫോണിന് പിടുത്ത് വിടുവാണ്. ഇന്നതാണ് ഞാനിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോളും ഭവിതയും കൂടെ. അപ്പോഴേക്ക് രോഹിത്ത് പറഞ്ഞു ഓരോരുത്തരുടെ ഊഴം അനുസരിച്ചേ തരത്തുള്ളൂ. ആദ്യം ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ നിനക്കൊക്കെ തരാമെന്ന് പറഞ്ഞു. അലീനയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. രോഹിത്ത് പറഞ്ഞു അതെ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യുക, ചേച്ചിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചേച്ചി ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ലീവ് എടുത്ത് പോരേന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോനെ. അതെന്താ? ഇവിടെ ഭയങ്കര പട്ടാളച്ചിട്ട് രാജഭരണം അവിടെ നടക്കണേ. രാജഭരണമോ? അതെന്താ ചേച്ചി അങ്ങനെ? അതൊക്കെ പിന്നെ പറയാം. അതെ ചേച്ചി വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാവുമെന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ നോക്കട്ടെ എന്നൊക്കെ അലീന പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതെ ഞാൻ ബബിതയുടെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത ഫോണും വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് മാറുമ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു ഭവിതേച്ചി ഇവിടെ ഇരുന്ന് സംസാരിക്കുക, എന്തിനാ ഫോണുമായിട്ട് അങ്ങോട്ട് മാറിപ്പോന്നേ? അതെ ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാളെന്ന് പറഞ്ഞു. അങ്ങനെ ഭവിത ചോദിച്ചു അലീന ചേച്ചി സുഖമാണോ അവിടെ? എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. അല്ല നിനക്കോ? ആഹാരമൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ആഹാരമൊക്കെ കഴിച്ചു. പിന്നീട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബബിതയ്ക്ക്. ബബിതയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു, ശബ്ദമൊക്കെ ഇടറുന്നുണ്ടായിരുന്നു. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബബിത പതുക്കെ ഫോണുമായിട്ട് അങ്ങോട്ട് മാറിയത്. പിന്നീട് കൃഷ്ണമോൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണമോൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പറഞ്ഞു ഇരി ലൗഡ് സ്പീക്കർ ഇടില്ല ഫോണ്. ലൗഡ് സ്പീക്കറോ? നിങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ. അതെ ഞങ്ങൾക്കൂടെ കേൾക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ലൗഡ് സ്പീക്കറിലിട്ട് ഫോണ്. അപ്പോഴേക്കും കൃഷ്ണമോൾ അലീനയോട് ചോദിച്ചു അലീന ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചു. കഴിച്ചു. എന്തായിരുന്നു കഴിക്കാനായിട്ട്? ഇവിടെ ഒരു സദ്യ തന്നെ ഉണ്ടാർന്ന് പറഞ്ഞു. സദ്യയോ? അല്ല അവിടെ ആരൊക്കെയുണ്ട്? ഒത്തിരി ആൾക്കാരുണ്ടോ? എവിടെന്ന്? ഇവിടെ കുറേ ജോലിക്കാരും ഒരു മുതലാളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾ ആരും ഇല്ലേ? ഇല്ല. അപ്പോൾ പിന്നെ അലീന ചേച്ചി അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്? പെണ്ണുങ്ങളില്ലാത്തടത്ത് എങ്ങനെയാണ് നിൽക്കണേ? അപ്പോഴേക്കും രോഹത്തിനും ഭയങ്കര ടെൻഷൻ. ചേച്ചി പെണ്ണുങ്ങളില്ലാത്തടത്തൊന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യുക, അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അച്ഛനോടൊപ്പം നാളെ ഇങ്ങോട്ട് പോരെ. അച്ഛനോട് റൂം എടുത്തിരിക്കുമല്ലേ, അച്ഛനോടൊപ്പം നാളെ ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. അലീന പറഞ്ഞു അതൊന്നും വേണ്ട. അതെന്താ? ഞാനിവിടെ ജോലിക്ക് വന്നതല്ലേ, അപ്പം എന്നോട് ജോലി ചെയ്യണ്ടേ? അല്ല അലീന ചേച്ചിക്ക് അവിടെ എന്താ ജോലി? അപ്പോഴേക്കും കൃഷ്ണമോളുടെ അടുത്ത ചോദ്യം. അതെ ഇവിടെ ഏതോ ഒരു കമ്പനിയിലെ സൂപ്പർവൈസറാന്നാ പറഞ്ഞു. അങ്ങനെയാണല്ലേ, അപ്പം നല്ല ജോലിയാ. അടുക്കള കിടന്ന് പണിയുണ്ടല്ലേ? അടുക്കള ജോലി ചെയ്യാനായിട്ടൊക്കെ ഇവിടെ ആളുണ്ട്. അല്ല അപ്പം മുറികളും കാര്യങ്ങളൊക്കെയോ? മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിശാലമായ മുറിയാ, അതിനൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ അതൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളെ കാണാത്തതിൻ്റെ വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ തോന്നുവാന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ അലീനയ്ക്കും അല്ല ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹത്തിനൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. അവർക്കും അതുപോലെ തന്നെ സങ്കടമായിരുന്നു. കുറേ സമയം അവരങ്ങനെ സംസാരിച്ചു. പിന്നീട് അലീന പറഞ്ഞു എങ്കിൽ ശരി നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അന്നത്തെ രാത്രിയിൽ അലീനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അലീന അടുക്കളയിലേക്ക് വരുവാണ്. അടുക്കള വന്ന് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ആ പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കുറേ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊച്ചൊക്കെ പൂത്തും കിട്ടും പോയി കിടക്കുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇങ്ങനെയായിരുന്നു ഇവിടെ അടുക്കളയിൽ എത്ര സാധനങ്ങളായി വെറുതെ വേസ്റ്റായി കളയുന്ന എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അലീനയ്ക്ക് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അലീനയ്ക്ക് അങ്ങനെയൊന്നും കളയുന്ന ഇഷ്ടമില്ല. ആ ഒത്തിരി സാധനത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെന്ന് അലീനയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ദൂരത്താണ്, പപ്പ ഒന്നും അന്വേഷിക്കാറില്ലാന്ന് തോന്നേ.
ഇവിടെ ജോലിക്കാരിതൊക്കെ ചെയ്യുന്നു. അടുക്കളയിലേക്ക് പോലും പപ്പ എത്തി നോക്കാറില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു, കണക്കും കാര്യങ്ങളും കൊടുക്കുന്നു, അതിനുള്ള പൈസ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളെന്ന് മനസ്സിലായി. ഒടുവിൽ അലീനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആൻ്റെപ്പനും പൗലോസേനൊക്കെ പുറത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനെ അങ്ങോട്ട് ചെന്നു. അലീനെ എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ സഹായിക്കേണ്ടതുണ്ടോ? അടുക്കളയിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഞാനാ നോക്കണമെന്ന് പൗലോസ് പറഞ്ഞു. അല്ല, വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായിക്കാം. വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് ഞാൻ അവിടെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കണേ, ഇനി അതും മതി. കേണൽ സാബിന് വെറുതെ ഒരു ചീത്ത പറയാനായിട്ട് കാരണമാക്കാനായിട്ട്. പിന്നെ കുഞ്ഞിനെ എന്തിനാ അടുക്കള കയറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞു. അല്ല, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ താൻ ഇപ്പോഴേ നിയന്ത്രണം കൊണ്ടുവരണം എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായി. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുഡൊക്കെ വേസ്റ്റ് ആക്കുന്ന കാര്യത്തിൽ അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം ബാലേന്ദ്രൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കടപ്പാട്ട് വീട്ടിലേക്ക് അങ്ങനെ പോകുകയാണ്. ഈ സമയം വൈജയന്തി ഒരു കാര്യം തീരുമാനിച്ചു. ബാലേന്ദ്രൻ വരുമ്പോഴത്തേനും ബാലേന്ദ്രനോട് ചോദിക്കണം, അവൾക്ക് വേണ്ടിയിട്ട് ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്തിനാന്ന് ചോദിക്കണം എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു 10-12 മണിക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് അവിടേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളും ഭവിതയ്ക്ക് ഓടിച്ചെന്നു. ബാലേന്ദ്രൻ്റെ കാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും, അച്ഛ എങ്ങനെയുണ്ട്, യാത്രയൊക്കെ സുഖമായിരുന്നോ? അച്ഛൻ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും അനിയൻ ചേച്ചിക്ക് വിഷമമായെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് നല്ല സങ്കടമായിരുന്നു, അവളെ ഞാൻ ആശ്വസിപ്പിച്ചിട്ടാ പോന്നേന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അച്ഛൻ അലിയന് ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ പോരായിരുന്നോ? ഒരുപക്ഷെ ഇനി എങ്ങാനും അച്ഛൻ രാവിലെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവൾ പോയത്, അവൾ അവിടെ സന്തോഷമായിട്ട് കഴിയട്ടെ. രോഹിത്ത് പറഞ്ഞു, അലിയന് ചേച്ചിക്ക് വലിയ സന്തോഷമൊന്നുമില്ലെന്നാ എനിക്ക് തോന്നേ. അതെങ്ങനെ നിനക്കറിയാടാ? അത് പിന്നെ അലിയന് ചേച്ചിയെ ഫോൺ വിളിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, സാരമില്ല, നോക്കാം, അവൾ അവിടെ സേഫാണ്. ആ ഒരു ഇതുള്ളതുകൊണ്ട്, സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അവളെ കൊണ്ടേ ആക്കിയത്. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് വൈജയുടെ വരവ്. വൈജ ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കി. ബാലേന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, കൊണ്ടാക്കിയിട്ട് വന്നായിരിക്കും. അല്ല, 1ഉം 2ഉം അല്ല, ലക്ഷങ്ങളാണല്ലോ അവൾക്ക് വേണ്ടി ചെലവഴിച്ചേ. അതിന് മാത്രം ബാലേന്ദ്രൻ്റെ ആരാ അവളെന്ന് ചോദിച്ചു. ഒരു നിമിഷം ബാലേന്ദ്രനെ നോക്കി. സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു. പെട്ടെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുവാണ്. അവളുടെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കാൻ തോന്നി ബാലേന്ദ്രന് വൈജയന്തിയുടെ. ബാലേന്ദ്രൻ അടക്കി പിടിച്ച് ദേഷ്യത്തോടു കൂടി വൈജയനെ ഇങ്ങനെ നോക്കുകയാണ്. വൈജയന്തി ആണെങ്കിൽ വല്ലാതെ വിജയശ്രീയിൽ ആളുതയായ മട്ടിൽ ഇങ്ങനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലേന്ദ്രനെ അടിക്കാൻ ഒരു വടി കിട്ടിയെന്നുള്ള മട്ടില്. പക്ഷെ ബാലേന്ദ്രന്റെ മനസ്സിലേക്ക് അലീനയുടെ മുഖം ഓർമ്മ വന്നേ. ഇവളുടെ മകളാണ്, എന്നിട്ടാണ് ഇവളീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സത്യങ്ങളും അങ്ങോട്ട് തുറന്നു പറഞ്ഞാലോ? തുറന്നു പറഞ്ഞാൽ ഇവളുടെ അഹങ്കാരം ഇതോടുകൂടി തീരും. ഇവളൊന്നുമല്ലാതായി തീരും. കുറച്ച് കാലമായി മനസ്സിലിത് കൊണ്ടു നടക്കുന്നത് എന്നൊരു ചിന്ത ബാലേന്ദ്രന്റെ മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ തുറന്നു പറയോ അതോ വായിജിക്ക് നല്ല അടി കൊടുക്കുമോ എന്നുള്ള വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.